നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തൂ. മഹേഷിന്റെ പ്രതികാരം എന്ന ഒറ്റ ചിത്രം കൊണ്ട് തന്നെ പ്രേക്ഷക പ്രീതി പിടിച്ചുപറ്റിയ സംവിധായകനാണ് ദിലീഷ് പോത്തൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ചിത്രം വരുന്നു എന്ന് കേട്ടാൽ പ്രതീക്ഷകളും ഉയരും. ആ പ്രതീക്ഷകളെല്ലാം കാത്തു സൂക്ഷിക്കുന്നതാണ് തൊണ്ടിമുതലും ദൃക്സാക്ഷിയും എന്ന് നിസ്സംശയം പറയാം. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു തൊണ്ടിമുതലിനെയും ദൃക്സാക്ഷിയും ചുറ്റിപ്പറ്റിയാണ് കഥ നീങ്ങുന്നത്. ചെറിയൊരു ത്രെഡ് എങ്ങനെ മനോഹരമായി പരിപൂർണതയിൽ എത്തിക്കാമെന്നും പിഴവുകളില്ലാതെയും ചിത്രീകരിക്കാമെന്ന് കാട്ടിത്തരുന്നുണ്ട് തൊണ്ടിമുതലും ദൃക്സാക്ഷിയും. ഒരു പോലീസ് സ്റ്റേഷനാണ് ചിത്രത്തിന്റെ പ്രധാന കഥാപശ്ചാത്തലം. ചിത്രത്തിന്റെ റിയലിസ്റ്റിക് സ്വഭാവം ഇവിടെ നിന്നുമാണ് തുടങ്ങുന്നത്. വണച്ചുകെട്ടില്ലാത്ത സംഭാഷണങ്ങളാണ് ചിത്രത്തിലുടനീളം. രാജീവ് രവിയുടെ ഫ്രെയിമുകൾ സിനിമയുടെ റിയലിസ്റ്റിക് സ്വഭാവത്തിന് മാറ്റുകൂട്ടുന്നുണ്ട്. കണ്ണിലെ പൊയ്കയിലെ എന്ന ഗാനം തന്നെ അതിനുദാഹരണമാണ്. നമ്മുടെ നാട്ടിലെ പോലീസ് വ്യവസ്ഥയ്ക്ക് നേരെ പിടിച്ച് ഒരു കണ്ണാടി എന്നൊക്കെ ചിത്രത്തിനെ വിശേഷിപ്പിക്കാം. ഒരു കേസ് തെളിയിക്കാൻ പോലീസ് ഏതറ്റം വരെ പോകുമെന്ന് പല ചിത്രങ്ങളിലും കണ്ടിട്ടുണ്ട്. പക്ഷേ ആ സാഹചര്യം ഈ കൊച്ചു ചിത്രത്തിലേക്ക് എത്തിയപ്പോൾ അതിന് പോലീസുകാരുടെ നിസ്സഹായതയുടെയും ഒരു ആവരണം കൂടി ഉണ്ടായിരുന്നു എന്നത് ശ്രദ്ധിക്കണം. ഏത് വിധേന കേസ് തെളിയിക്കണമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ വിചാരിക്കുന്നതിന് പിന്നിൽ അവരുടെ നിസ്സഹായതയും ഉണ്ടെന്ന് പറയാൻ ചിത്രം ശ്രമിക്കുന്നുണ്ട്. താരങ്ങളുടെ പ്രകടനത്തിലേക്ക് വന്നാൽ നായകന്മാരായ സുരാജ്, ഫഹദ് ഫാസിൽ എന്നിവരുടെ പ്രകടനമാണ് എടുത്തു പറയേണ്ടത്. പേരറിയാത്തവരിലും ആക്ഷൻ ഹീറോ ബിജുവിലും കണ്ട സുരാജിനെ അല്ല ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാനാവുക. സുരാജ് എന്ന നടനെ നായകനായി ഒരു വാണിജ്യ സിനിമയിൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന് സംവിധായകൻ കാട്ടിത്തരുന്നു. റോൾ മോഡലിലെ മെട്രോ ബോയ് ഇമേജിൽ നിന്നും പേരില്ലാത്ത നായകനായുള്ള ഫഹദിന്റെ പരിണാമം അമ്പരിപ്പിക്കുന്നതാണ്. മഹേഷ് ഭാവനയുടെ നേരിയ ചായ പോലും ഇല്ലായിരുന്നു ഈ പേരില്ലാ കഥാപാത്രത്തിന്. അലൻസിയർ, പുതുമുഖ താരം നിമിഷ, വെട്ടുക്കിളി പ്രകാശ് എന്നിവരും കയ്യടി അറിയിക്കുന്നു. പോലീസുകാരുടെ വേഷത്തിലെത്തിയ ഒറിജിനൽ പോലീസുകാരുടെ കാക്കിക്കുള്ളിലെ ആ കലാഹൃദയങ്ങൾക്കും ഇരിക്കട്ടെ മനസ്സറിഞ്ഞൊരു സല്യൂട്ട്. തങ്ങൾക്ക് മുന്നിൽ വരുന്ന കേസുകൾ ഏതു രീതിയിൽ തിരക്കണമെന്നും അതിലൂടെ സ്വയം എങ്ങനെ തടി രക്ഷപ്പെടുത്തണമെന്നും ചിന്തിക്കുന്ന പോലീസുകാരെ ചിത്രം കറക്റ്റ് കളിയാക്കുന്നുണ്ട്. അത്തരം ചെയ്തികൾക്ക് ഇരകളാക്കപ്പെടുന്നവർ പലപ്പോഴും സാധാരണക്കാരായിരിക്കുമെന്ന സന്ദേശമാണ് ചിത്രം നൽകുന്നത്. ചുരുക്കി പറഞ്ഞാൽ സത്യസന്ധമായ ഒരു ചിത്രം. അതാണ് തൊണ്ടിമുതലും ദൃക്സാക്ഷിയും. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.